കോഴിക്കോട് കക്കാടംപൊയിലിൽ നിറത്തൂക്കുമായി രണ്ടുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. കൂടരഞ്ഞി സ്വദേശികളായ നൈനാൻ, ടിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ നായാട്ടിന് പോകുമ്പോഴാണ് ഇവർ പിടിയിലായത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ഇവർ നേരത്തെയും ഇത്തരം നായാട്ടിനൊക്കെ പോകുന്ന ആളുകളാണോ? എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കുക? അതിവിഷയ കോഴിക്കോട് കക്കാടംപൊയിലാണ് ഈ കൂടരഞ്ഞി സ്വദേശികളായ റെനോൻ, ടിബിൻ, ഇവരും 39-40 വയസ്സുള്ളവരാണ്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഈ കക്കാടംപൊയിൽ പ്രദേശം. അതിനിടെയാണ് ഇവർ ബൈക്കിൽ വരികയായിരുന്നു. ഇവരെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ കയ്യിൽ തോക്ക് കണ്ടെത്തിയിട്ടത്. അത് തിര നിറച്ച നിലയിലായിരുന്നു തോക്കുണ്ടായിരുന്നത്. 5 തിരകളും ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വനംവകുപ്പ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. വനംവകുപ്പ് പറയുന്നത് ഇവർ നായാട്ടിന് ഇറങ്ങിയവരാണ് 2 പേരും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെടുത്തത്. ഇവരെ മഞ്ചേരി കോടതിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ തോക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് ലൈസൻസ് ഇല്ല എന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു വിമർശനം ഇപ്പോൾ വനംവകുപ്പിനെതിരെ ഉയരുന്നത് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് വിമർശിക്കുന്നു. അതായത് ഈ മറ്റൊരാളുടെ ലൈസൻസ് ഉള്ള ഒരു തോക്കാണ് ഇത്, അത് കൈവശം വെക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ കൊടുത്തതാണ് എന്ന്, അത് വനംവകുപ്പ് അന്യായമായി കേസെടുത്തതാണെന്നൊരു വിമർശനം കൂടി കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. വനംവകുപ്പിനെതിരെ പരാതി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് കേസിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇരുവരെയും 14 ദിവസത്തേക്ക് മഞ്ചേരി വനംവകുപ്പ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി. എന്തായാലും അതിലൊരു പ്രതികരണം കൂടി ലഭ്യമാണ്. എന്താണ് പറയുന്നത് കേൾക്കാം. അവരെ കൊണ്ടുവന്ന് നിങ്ങളവർ ചെയ്തിരുന്നോ? നിങ്ങളവർ മർദ്ദിക്കെന്തെങ്കിലും ചെയ്തിരുന്നോ? എവിടുന്നാ പഠിക്കുന്നത്? എവിടുന്നാ? കള്ളിപ്പാറ. ഇവരെന്താ പറഞ്ഞ പഠിക്കുന്നത്? ഇവര് നമ്മൾ ലൈസൻസ് ആള് കൂടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് മർദ്ദിച്ചവരിപ്പോ ഒന്നുമില്ല. രോഗ കയ്യിലുണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്നാ ഇപ്പോഴാണ് ഇത് മഞ്ചേരിക്ക് കൊണ്ടുപോകുന്നത്.